വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിധേയമാക്കുന്നത്. അതിലെ 1-2 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സസ് 48 ഓൺവേഴ്സ്. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളെ അടുത്ത് കാണുകയും ഞങ്ങളെ അകലങ്ങളിലേക്ക് നിയോഗിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഇന്ന് ഈ വിശുദ്ധ ദിവസം നിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ ഐക്യത്തോടെ ഞങ്ങൾ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ നീ ഇത്രമാത്രം സ്നേഹിച്ചു. ഈ സഭയിലൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വിശ്വാസ സമൂഹത്തെ നിരന്തരം നീ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനായി വീണ്ടും സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിൽ അടിയൻ ഈ വചനപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ പാദപീഠത്തിലിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. നിൻ്റെ സ്വരം, നിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. യഥാർത്ഥ മാനസാന്തരത്തോടെ മടങ്ങുവാൻ ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. അക്വേറിയം കാണാൻ പോയ ഒരു കുട്ടി ആ അക്വേറിയത്തിലെ ജീവനക്കാരനോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു. ഈ സ്രാവിൻ്റെ കുഞ്ഞ് എത്രമാത്രം വളരും എന്ന് ചോദിച്ചു. അപ്പോൾ അക്വേറിയം ജീവനക്കാരൻ പറഞ്ഞു, സ്രാവിനെ ഇടുന്ന അക്വേറിയത്തിൻ്റെ വലുപ്പമനുസരിച്ചായിരിക്കും സ്രാവിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു. സ്രാവിൻ്റെ കുഞ്ഞിനെ വാങ്ങിക്കുവാൻ ആഗ്രഹിച്ച ബാലൻ ചോദിച്ചപ്പോൾ ജീവനക്കാരൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അക്വേറിയത്തിൻ്റെ വലുപ്പമനുസരിച്ചായിരിക്കും സ്രാവിൻ്റെ വളർച്ച. ഇന്ന് ദൈവവചനത്തിലേക്ക് നമ്മൾ കണ്ണ് നട്ട് നോക്കുകയാണ്. നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നമ്മുടെ അക്വേറിയം വലുപ്പപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മളാണ് നിശ്ചയിക്കുന്നത്. നഥനയേൽ എന്ന ബൈബിളിലെ അധികം പരാമർശിച്ചിട്ടില്ലാത്ത ഒരു യേശു ശിഷ്യനെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളൊന്നിച്ച് ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത്. അത്തിയും അത്തിമരച്ചുവടും മാത്രം കണ്ട് ആ ലോകത്ത് മാത്രം നിന്ന നഥനയേൽ എന്ന വ്യക്തിയെ ആകാശത്തോളം അവൻ്റെ ദൗത്യബോധത്തെ വിശാലമാക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ഇടപെടൽ ആണ് നമ്മൾ കാണുന്നത്. ചില വാക്കുകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത് ഓർത്തിരിക്കും, ഇടയ്ക്ക് ഉറക്കം വന്നാലും. അതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊരു പേര് ഇതിന് കൊടുക്കുകയാണ്. എത്ര ചേരുമെന്ന് എനിക്കറിയത്തില്ല. പച്ചമരത്തണലിൽ നിന്ന് ആകാശത്തിൻ്റെ അല്ലെങ്കിൽ അനന്ത വിഹായസിലേക്ക്, മരച്ചുവട്ടിൽ നിന്ന് മാനത്തേക്ക് എന്ന് വേണമെങ്കിൽ പേര് ഇടാം. ചെറിയ ചെറിയ ലോക സാഹചര്യങ്ങളിൽ വളർന്നിട്ടുള്ള നമ്മെ സുവിശേഷത്തിൻ്റെ ഒരു വലിയ ലോകം കാണിച്ചു തന്ന ക്രിസ്തു, ചെറിയ ചെറിയ നാട്ടുംപുറങ്ങളെ മാത്രം കണ്ടിരുന്ന നമ്മെ സ്വർഗരാജ്യമെന്ന വിശ്വലോകത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ദൈവം, സഭ, ഇത് നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കുന്ന നിമിഷമായി ഈ നിമിഷങ്ങൾ തീരട്ടെ എന്നാഗ്രഹിക്കുകയാണ്. നഥനയേലിനെ യേശു തൻ്റെ ശിഷ്യനായി വിളിച്ച് ചേർക്കുന്ന, ഇൻ്റർവ്യൂ ചെയ്യുന്ന, റിക്രൂട്ട് ചെയ്യുന്ന സന്ദർഭമാണ് നമ്മൾ വായിക്കുന്നത്.
ഈ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഈ അടുത്തിടെ ഒരു 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 പരിചയപ്പെടുത്തൽ ഞാൻ വായിച്ചത്, ദ ഗോസ്പൽ ഓഫ് ഇൻറ്റിമസി, ആത്മാർത്ഥതയുടെ, അടുപ്പത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഒക്കെ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതുകൊണ്ടാണ് അകലങ്ങളൊന്നുമില്ലാതെ അവൻ എവിടെ ഇരിക്കുന്നുവോ അടുത്ത് കണ്ട് അവനെ അത്രമാത്രം സ്നേഹിച്ച് അവൻ്റെ നന്മ മാത്രം പരിഗണിച്ച് തൻ്റെ ദൗത്യ സംഘത്തിലേക്ക് ഈ യേശു നഥനയേലിനെ ക്ഷണിക്കുന്നതായി നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം ഇപ്പോൾ വായിച്ചു തുടങ്ങിയ 43-ാമത്തെ വാക്യത്തിൻ്റെ മുകളിൽ നമ്മൾ കാണുന്നതെല്ലാം യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷകളും അവൻ സ്നാനം കഴിപ്പിക്കുന്നതും തുടർന്ന് യേശു തൻ്റെ ശുശ്രൂഷ അതിൻ്റെ കന്നി അംഗം തുടങ്ങുന്നതുമൊക്കെ വായിക്കുകയാണ്. അങ്ങനെ യേശുവിനെക്കുറിച്ച് ഈ യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തിയപ്പോൾ ഈ യേശുവിനെ അടുത്തറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരുണ്ട്. അങ്ങനെ യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ആദ്യം ഈ പരിഗണന ലഭിച്ചത് ഒരു പക്ഷെങ്കിൽ യോഹന്നാൻ സ്നാപകൻ്റെ തന്നെ ശിഷ്യന്മാരായി നിലനിന്നിരുന്ന ആളുകൾ ആയിരിക്കാം. അതാണ് അതിൻ്റെ തൊട്ടുമുകളിലുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. അതിനുശേഷമാണ് യേശു നടന്നു പോകുമ്പോൾ ഫിലിപ്പോസിനെ കാണുന്നു. ഫിലിപ്പോസിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈ ഫിലിപ്പോസ് യേശുവിനെ അനുഗമിക്കുന്നു. ഫിലിപ്പോസ് നല്ല സൗഹൃദമുള്ള ആളായതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതിലും നല്ലത് തൻ്റെ സുഹൃത്തായ നഥനയേലിനെ കൂടെ പരിചയപ്പെടുത്തി ഞാൻ നസ്രായനായ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന രംഗം നമ്മളതിൻ്റെ തൊട്ടുമുകളിൽ വായിക്കുന്നു. ഒരു പക്ഷെങ്കിൽ അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ നോക്കിയാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്ന 2 പേരെയാണ് ഈ ഫിലിപ്പോസിലും നഥനയേലിലും നമ്മൾ കാണാനായി ശ്രമിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ആമുഖമായിട്ട് പറയുന്നില്ല. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം അന്ത്രയോസും പത്രോസും യേശുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നതിന് ശേഷം ഫിലിപ്പോസ് നഥനയേലിനെ കൂടെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭമാണ്. നഥനയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഹാസ് ഗിവൺ, ദൈവം നൽകുന്നു, ദൈവം ദാനമായി നൽകുന്നു എന്നുള്ള വിശാലമായ അർത്ഥം അതിൻ്റെ പിന്നിൽ ഉണ്ട്. ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ദൈവം നൽകുന്നത്, ആരെയാണ് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നത്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന OV വിജയൻ്റെ പുസ്തകത്തിൽ പണ്ട് വായിച്ച ഭാഗത്ത് അതിനകത്തൊരു മൊല്ലാക്കയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അള്ളാ പിച്ച മൊല്ലാക്ക എന്നാണ്. അള്ളാ പിച്ച മൊല്ലാക്ക എന്നാൽ ഡോക്ടർ MM എബ്രഹാച്ചിന് നല്ലതുപോലെ അറിയാമായിരിക്കും. അള്ളാഹുവിൻ്റെ പിച്ചയാണ്, അള്ളാഹുവിൻ്റെ ദാനമാണ് ഈ ജീവിതം. അതുകൊണ്ട് ദൈവം ദാനമായി നൽകിയിരിക്കുന്നു. നഥനയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം, അതിനപ്പുറമായി ഒന്നുമില്ല. ദൈവം നൽകിയിരിക്കുന്നത് ഗോഡ് ഹാസ് ഗിവൺ, ദൈവം ദാനമായി നൽകിയതല്ലാതെ ഒന്നുമില്ല. വേദപുസ്തക പണ്ഡിതന്മാർ നഥനയേലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശിഷ്യഗണത്തിൽ ഏറ്റവും പണ്ഡിതനായ ഒരു ശിഷ്യനാണ് നഥനയേൽ. അതെവിടെ നിന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഞാനങ്ങനെ വായിച്ച് കണ്ടതാണ്. ആ പാണ്ഡിത്യം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ വേദപാണ്ഡിത്യത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. അത് നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്ത് അത്തിമരച്ചുവട്ടിലൊക്കെ ഇരുന്ന് അദ്ദേഹം ന്യായപ്രമാണം പഠിച്ചതും അത് ഉദ്ധരിക്കുന്നതുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട്. 2, ചരിത്ര പണ്ഡിതൻ ആണ്. അതുകൊണ്ട് ഈ വേദപുസ്തക വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസ് അന്ത്രയോസിനെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് പറയുന്നത്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ ജോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ. സ്ഥലത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും ന്യായപ്രമാണത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ചും വളരെയധികം ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ നഥനയേൽ. അതുകൊണ്ടാണ് ഇത്രമാത്രം വിശദമായി നഥനയേലിനെ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായി നമ്മൾ കാണുന്നത്. വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഭക്തിയും വിഭക്തിയും ഒരുപോലെ
പ്രധാനപ്പെട്ടതാണ്. പൂന്താനത്തിൻ്റെ ഭക്തിയും മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയും പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുണ്ടാകും. ഭക്തി വിശ്വാസത്തിൻ്റെ പ്രകടനമായി തീരുകയും അത് തന്നെ ജീവിതമെന്ന് സമ്മതിക്കുകയും ചെയ്യുമ്പോൾ വിഭക്തി എന്ന് പറയുന്നത് ഭക്തിക്കപ്പുറമായ അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ പാണ്ഡിത്യത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും അവരക്ഷരാഭ്യാസമില്ലാത്തവരാണ്, സംസ്കാരമില്ലാത്തവരാണ്, ലോകം കണ്ടിട്ടില്ലാത്തവരാണെന്ന് അടച്ചാക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കാണാം നഥനയേൽ. അവൻ ന്യായപ്രമാണത്തെപ്പറ്റി വ്യക്തമായ അവബോധമുള്ള ആള്, ചരിത്രത്തെപ്പറ്റി പൂർണ്ണമായ ബോധ്യമുള്ള ആള്, അവൻ വളർന്നു വന്ന ആധ്യാത്മിക പശ്ചാത്തലത്തെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും അവന് വ്യക്തതയുള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. കുറേയൊക്കെ അറിവുള്ളവരും പാണ്ഡിത്യമുള്ളവരും ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആളുകളും യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നു. റീസണിങ് ഒക്കെ ഉള്ള ആളായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ആരാണ് നഥനയേൽ? ഈ യോഹന്നാൻ മാത്രമാണ് നഥനയേൽ എന്നുള്ള വാക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. ബാക്കിയുള്ള സുവിശേഷത്തിലെല്ലാം ബർത്തിലോമായി എന്നാണ് പറയുന്നത്. സൺ ഓഫ് തോൽമായി എന്ന് പറയാം. തോൽമായിയുടെ മകനായ ബർത്തിലോമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ പൂർണ്ണ പേര് എന്ന് പറയുന്നത് ബർത്തിലോമായി നഥനയേൽ. സാധാരണ നമുക്ക് ഇത്രയും നീളമുള്ള പേര് പാസ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ചുരുക്കപ്പേരുകാർക്കൊക്കെ പാസ്പോർട്ട് പുതുക്കാൻ ചെല്ലുമ്പോഴും വിസ അടിക്കാൻ ചെല്ലുമ്പോഴുമാണ് എൻ്റെ പേര് ഇത് തന്നെയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത്. എൻ്റെ പേര് ഞാൻ പറയാം, അത് പറഞ്ഞ് എന്നെ കളിയാക്കരുത്. എൻ്റെ പാസ്പോർട്ടിലെ പേര് ഉടനെ മറന്നേക്കണം, ചൊറിച്ചുമാങ്കൽ കണ്ടത്തിങ്കൽ സൈമൺ വർഗീസ് എന്ന് ആണ്. CV സൈമൺ എന്ന് ഓർത്താൽ മതി. അതൊക്കെ ചില എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ അന്യഭാഷക്കാരായ ആളുകൾ അതിനകത്ത് ചില പ്രസക്ത ഭാഗമേ വായിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പേരാണ് വിളിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാം ചില ചുരുക്കപ്പേരുകളിൽ അറിയുമ്പോൾ നമ്മളെ തിരിച്ചറിയാനായിട്ട് അപ്പൻ്റെയും കുടുംബപ്പേരോടൊക്കെ അതിൻ്റെ ആദ്യ ഭാഗത്ത് ചേർത്ത് പറയുന്നത് നിഷേധിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ നഥനയേൽ നല്ല മോഡേൺ പേരായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ബർത്തോൽമായി നഥനയേൽ എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് ഈ യേശുവിൻ്റെ കൂടിക്കാഴ്ചയിൽ, വിഷയത്തിലേക്ക് വരാം, യേശു നഥനയേൽ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സാധാരണ ഒരു ശിഷ്യനും യേശു എന്ന ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തെക്കാൾ കൂടുതൽ എന്നെ അനുഗമിക്കുക, സകലതും വിട്ട് അനുഗമിക്കുന്ന അംഗങ്ങളുള്ള ഈ ശിഷ്യ സമൂഹത്തിൽ അതിൽ നിന്നൊക്കെ ഉപരിയായി ചില ചോദ്യങ്ങളും വ്യക്തതകളും ഒക്കെ വരുത്തി സംശയ നിവാരണം വരുത്തിയതിന് ശേഷമാണ് നഥനയേൽ യേശുവിൻ്റെ ശിഷ്യവലയത്തിലേക്ക് വരുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നഥനയേലിൻ്റെ ശിഷ്യത്വം, നഥനയേലിനെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്ന വലിയ ദൗത്യം, ആ നഥനയേലിലൂടെ നമ്മൾ തിരിച്ചറിയാൻ പോകുന്ന പല ചിന്തകൾ, അത് ചുരുക്കമായി ഈ സമയത്തിനുള്ളിൽ പറയാനായി നമ്മൾ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, മുൻധാരണകളെ മാറ്റി എഴുതാനുള്ള മനസ്സ് ഉള്ള വ്യക്തിയായിരുന്നു നഥനയേൽ. മുൻധാരണകളെ തിരുത്തി എഴുതിയ വ്യക്തിയാണ് നഥനയേൽ. ഇംഗ്ലീഷ് കുറേ കൂടി ഇഷ്ടപ്പെടുമായിരിക്കും, കറക്റ്റ് ട്രാൻസ്ലേഷനല്ല. റീറൈറ്റ് യുവർ പാസ്റ്റ്. നിൻ്റെ ഇന്നലകളെ തിരുത്തി എഴുതുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. തിരുത്തി എഴുതുന്നതുകൊണ്ടാണോ തിരക്കഥ എന്നുള്ള വാക്ക് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും സാധാരണ തിരക്കഥകൾ കാണുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള നമ്മളെക്കാൾ ഏറെ എഴുതുവാനും വായിക്കുവാനുമുള്ള കഥകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിൽ ഉണ്ടാകാം. പല ആളുകളെയും നമ്മളെ അടയാളപ്പെടുത്തുന്നത് അവർ പറയുന്ന ചില വാക്കുകളിലൂടെയും പ്രയോഗത്തിലൂടെയും അവരുടെ ചില ആംഗ്യ ഭാഷകളിലൂടെയും ശരീരഭാഷകളിലൂടെയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ആളുകളെ പെട്ടെന്ന് അടയാളപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ നഥനയേലിനെ നമ്മൾ പരിചയപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കൊട്ടേഷനാണ് നമ്മുടെ മനസ്സിൽ, കൊട്ടേഷൻ തെറ്റിദ്ധരിച്ചു പോകരുത്, അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്ന വാക്കാണ് നമ്മുടെ മനസ്സിലെപ്പോഴും പതിയുന്നത്. അദ്ദേഹം ഫിലിപ്പോസ് വന്ന് നസ്രായനായ ജോസഫിൻ്റെ മകൻ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ നഥനയേലിൻ്റെ റെസ്പോൺസ് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം അവനോട് ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു.
ഇത് സാധാരണ കോന്നിയിൽ നിന്നും കല്ലേലിയിൽ നിന്നും അവരവരുടെ ദേശത്തോട് ചേർത്ത് ഒരു നന്മയും കാണാത്ത സന്ദർഭങ്ങളിൽ ആളുകൾക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി ഓരോ ദേശത്തിൻ്റെയും വാക്കുകൾ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. നസ്രത്തിൽ നിന്നും വല്ല നന്മയും ഉണ്ടാകുമോ? ഒരു പക്ഷെങ്കിൽ ഈ നഥനയേൽ ചിന്തിക്കുന്ന ആളാണ്, പണ്ഡിതനാണ്, വേദശാസ്ത്രപരമായ അറിവുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നസ്രത്ത് എന്ന ഒരു ഗ്രാമം വളരെ ചെറിയ ഒരു ഗ്രാമം ആണ്. യേശു എന്ന രക്ഷകൻ അല്ലെങ്കിൽ രാജാവ്, യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ നസ്രത്തിനെ പ്രതിനിധാനം ചെയ്യേണ്ടവനല്ല, അവൻ ഇസ്രയേലിൻ്റെ രാജാവായി തീരേണ്ടവനാണ്. അതുകൊണ്ടൊരു ചെറിയ ഗ്രാമത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ യേശുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹം. അല്ലെങ്കിൽ നസ്രത്തുകാരെക്കുറിച്ചും ആ ദേശത്തെക്കുറിച്ചുമൊക്കെ ഈ നഥനയേലിൻ്റെ മനസ്സിൽ ഒരു ചിത്രം ഇങ്ങനെ പതിഞ്ഞ് നിൽപ്പുണ്ട്. ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിൽ നിന്ന് എന്ത് നന്മ ഉണ്ടാകുവാൻ. ജോസഫിൻ്റെ മകൻ നസ്രത്തുകാരനെന്ന് ഫിലിപ്പോസ് പരിചയപ്പെടുത്തിയിട്ടും അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ നിൽക്കുന്ന ആളാണ്. മനുഷ്യൻ്റെ നന്മ കാണുവാൻ കഴിയുന്ന ആളുകളും അതേസമയം മനുഷ്യൻ്റെ തിന്മ കണ്ട് തിന്മയെ അത്രമാത്രം വലുതാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആളുകളും നമ്മുടെ ഈ സമൂഹത്തിൽ ധാരാളം ഉണ്ട്. എപ്പോഴും ഈ നാടിനെ ചേർത്ത് പല കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന വ്യക്തികൾ ആണ്. തെക്കൻ, വടക്കൻ, മദ്യൻ എന്ന് മാത്രം ഞാൻ കേട്ടിട്ടില്ല. അതേത് നാട്ടുകാർക്കാണ് ചേരുന്നതെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ ഈ അടുത്തിടെ തിരുവല്ല, നമ്മുടെ തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോയപ്പോൾ വണ്ടി ബസ്സിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന പേര് വരത്തൻ എന്നാണ്. വരത്തനും കൊമ്പനും ഇടിവിട്ടുമൊക്കെ വണ്ടികൾ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. പല പല അർത്ഥങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വണ്ടിക്കാണേലും മനുഷ്യർക്കാണേലും ദേശത്തിനാണെങ്കിലും ചില പേരുകൾ ചാർത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. സാംസ്കാരികമായിട്ട് ഉയർന്നു വന്നിട്ടില്ലാത്ത സ്ഥലത്തെക്കുറിച്ചും അത്രമാത്രം പരിഷ്കാരമില്ലാത്ത വ്യക്തികളെക്കുറിച്ചുമൊക്കെ സമൂഹ മധ്യത്തിൽ പരസ്യമായിട്ട് ആക്ഷേപിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത മലയാളികളാണ് നമ്മളൊക്കെ. ഞാൻ ഈ സെമിനാരിയിൽ എൻ്റെ കാര്യം പറയുമ്പോൾ കോട്ടയംകാർക്ക് വിഷമം വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ ഉയർത്തി പറയുകയും എന്നെ താഴ്ത്തി പറയുകയും ചെയ്യുന്നത്. തീരെ താഴ്ത്തരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ 1987-90 ഈ സെമിനാരിയിൽ പഠിക്കാനായിട്ട് വന്നത്. 10-24 പേരുണ്ട് ഞങ്ങളുടെ ബാച്ചിൽ. പല സ്ഥലത്തു നിന്ന് വന്ന ആളുകളാണ്. കോന്നി കല്ലേലിക്കാരൻ ഞാൻ മാത്രമേ അന്നേരം ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ ഓട്ടോറിക്ഷ ലോകത്ത് അവതരിക്കുന്നത്. ഓട്ടോറിക്ഷയുടെ ജന്മം. ഓട്ടോറിക്ഷ റോഡിൽ കൂടെ 3 ജാടയിലുള്ള വണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ബാച്ചുകാർ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞ് ഈ കോന്നിക്കാർ ഓട്ടോറിക്ഷ ആദ്യമായിട്ട് കണ്ടപ്പോൾ അത് മലവണ്ടാണ് എന്ന് പറഞ്ഞ് ഒലക്കയും കൊണ്ടുപോയി അടിച്ചു എന്ന് പറഞ്ഞ് എന്നെ പരമാവധി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതൊരു സന്തോഷമാണ് കേൾക്കുന്നത്. അപ്പോൾ കല്ലേലിക്കാർ, കോന്നിക്കാർ ഓട്ടോറിക്ഷ കണ്ടിട്ടില്ല, പക്ഷേ കോട്ടയംകാർ ജനിച്ചപ്പോൾ തൊട്ട് ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ 4 വീലുള്ളതൊന്ന് ഊരിപ്പോയപ്പോൾ കണ്ടതായിരിക്കും. എന്തുമായിട്ട് ചില നാടിനെയും ചില ദേശത്തെയും ചില വ്യക്തികളെയൊക്കെ കണ്ട് എല്ലാവർക്കും എല്ലാമൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ തരം താഴ്ത്തി ഈ പരിഷ്കൃതരല്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ആകാം. ഒരു പക്ഷെങ്കിൽ നഥനയേൽ എന്ന ബുദ്ധിമാൻ, നഥനയേൽ എന്ന വേദശാസ്ത്ര അവഗാഹ പാണ്ഡിത്യമുള്ള ആൾ, ചരിത്രബോധമുള്ള ആൾ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനോട് പറയുകയാണ്, നസ്രത്തിൽ നിന്നെങ്ങനെ യേശു വരും, നസ്രത്തിൽ നിന്നെങ്ങനെ ദൈവത്തിൻ്റെ നന്മയുണ്ടാകും എന്ന് കണ്ട് സംസാരിക്കുന്നതായി നമ്മൾ കാണുകയാണ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഈ ഭാഗം മുഴുവൻ വായിച്ചാൽ സാക്ഷ്യം, ഓരോ വ്യക്തികളും പറയുന്ന സാക്ഷ്യങ്ങളും ആ സാക്ഷ്യത്തിൻ്റെ ഒരു കുടമാറ്റം നടക്കുന്നത് പോലാണ് നമ്മൾ കാണുന്നത്. ഫിലിപ്പോസ് വന്ന് യേശുവിനെ പറ്റി സാക്ഷ്യം പറയുകയാണ്. യോസഫിൻ്റെ മകനായ യേശുവിനെ കണ്ടു, അവൻ നസ്രത്തുകാരൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുവിനെ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കപടമില്ല എന്നുള്ള സാക്ഷ്യം ഈ നഥനയേലിനെ കുറിച്ച് പറയുകയാണ്. എല്ലാം ഈ നഥനയേൽ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, നീ റബിയാണ്, നീ ദൈവപുത്രനാണ്, നീ രാജാവാണ്. 3 വാക്കിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ചിന്ത ഞാൻ സംഗ്രഹിക്കാനായിട്ട് പോവുകയാണ്.
മാനസാന്തരം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതത്തിൽ മാറ്റമുണ്ടാകുക എന്ന് പറയുന്നത്, നിലവിൽ നമ്മുടെ മനസ്സിലുള്ള ധാരണകളെ അതിനെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുക മാത്രമല്ല, ആ ധാരണകൾക്ക് എവിടെയെല്ലാം പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണോ അത് പൊളിച്ചെഴുതുവാനും മനസ്സ് മാറ്റുവാനും മടങ്ങി വരുവാനുമായിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ്, അല്ലെങ്കിൽ അവസരമാണ് ദൈവം ഈ മാനസാന്തരത്തിലൂടെ തരുന്നത്. വീണ്ടും ജനിക്കുക എന്നുള്ള പദം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പദമാണ് മാനസാന്തരത്തിന് ഉള്ളത്. അവനവൻ്റെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങി വരിക എന്നാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തര വാക്കിൻ്റെ അർത്ഥം. അവനവൻ്റെ നിഷ്കളങ്കതയിലേക്കുള്ള വലിയ മടങ്ങിവരവ് ആണ്. വിശ്വാസ ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും, ഓട്ടോറിക്ഷയുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും, ഹെലികോപ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും, ഏത് അത്യാധുനിക സംവിധാനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിൻ്റെ ചില തിരുത്തി എഴുത്തുകൾ, നമ്മുടെ മുൻ ധാരണകളെ മാറ്റേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നഥനയേൽ ഇതുവരെ പാടി പതിഞ്ഞ, ഇതുവരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന, ഇതുവരെയും നിർവചിച്ചു കൊണ്ടിരുന്ന നസ്രത്തിൽ നിന്ന് വല്ല നന്മയുണ്ടാകുമോ? ചോദ്യം. ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുന്ന സന്ദർഭമായി കാണുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ചിന്ത കാണുന്നത്, ഈ നഥനയേൽ തൻ്റെ മുൻ ധാരണകളെ, തൻ്റെ പ്രജുഡിസിനെ, മുൻവിധിയെ ഒക്കെ മാറ്റി എഴുതുവാൻ യേശു സാന്നിധ്യത്തിന് കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ ഉള്ള കാര്യം, എൻ്റെ ധാരണ തന്നെ ശരിയാണെന്ന് ദൈവം പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനാണ്. ഞാൻ വിചാരിച്ചത് തന്നെയാണ് നടന്നത്, ഞാൻ ചിന്തിച്ചതുപോലെ തന്നെയാണ് നടന്നത് എന്ന് ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിക്കുകയും അതിന് ആമേൻ പറയുകയും ചെയ്യുന്നത് മാനസാന്തരമായിട്ട് നമ്മൾ ഇന്ന് വ്യാഖ്യാനിക്കുമ്പോൾ, ഈ നഥനയേൽ പറയുകയാണ്, യേശുവിനെ കണ്ടതു മുതൽ, യേശു എന്നെ കണ്ടതു മുതൽ, യേശുവിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയ നിമിഷം മുതൽ, ഞാൻ യേശുവിനെ തെറ്റിദ്ധരിച്ചിട്ടും ശരിയായ ധാരണ എനിക്ക് തന്നതായ നിമിഷം മുതൽ എൻ്റെ ഇതുവരെയുള്ള സകല മുൻ ധാരണകളെയും മാറ്റി എഴുതുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് 27ാമത് ഈ കൺവെൻഷൻ ഇവിടെ സമാപിക്കുമ്പോൾ നമ്മളോട് തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, റീറൈറ്റ് അവർ പാസ്റ്റ്. നമ്മുടെ മുൻകാല ജീവിത അനുഭവങ്ങളിൽ നമ്മുടെ ധാരണപ്പിശകുകളെ, തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റി എഴുതുവാൻ, തിരുത്തി എഴുതുവാൻ, പുതിയ തിരക്കഥ എഴുതുവാനായിട്ട് നമുക്ക് സാധിക്കണം. പല നാടിനെയും പല രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് മാർത്തോമാ സഭയിലെ അംഗങ്ങൾ. ഇന്ന് കോന്നി കല്ലേലിക്കാരനും കോട്ടയംകാരനും മാത്രമല്ല ഈ മാർത്തോമാ സഭയിലുള്ളത്. നാടുവിട്ട് നമ്മൾ കുടിയേറുന്ന അന്യ രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിലൊക്കെ നമ്മൾ ചെന്നു ചേരുന്ന സന്ദർഭങ്ങളിലും നമ്മളൊക്കെ യേശുവിൻ്റെ സാക്ഷികളായിട്ട് തന്നെ നിൽക്കുകയാണ്. പല ഇടവകളിലും ഇരുന്ന അച്ഛന്മാർക്കും പല ഇടവകളിലും സന്ദർശിച്ചിട്ടുള്ള വിശ്വാസ സമൂഹത്തിനുമൊക്കെ അറിയാം, നമ്മളിപ്പോൾ ഏത് വിദേശ ഇൻ്റർനാഷണൽ ഇടവകയിൽ ചെന്നാലും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് പറയും, ഇവൻ ഓടനാവട്ടംകാരനാണ്, ഇവൻ കല്ലേലിക്കാരനാണ്. രണ്ട് വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ഈ നാട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഓക്ലാൻഡിലായിരിക്കും ഇരിക്കുന്നത്, ഒക്കൽഹോമയിലായിരിക്കും ഇരിക്കുന്നത്, പെർത്തിലായിരിക്കും. പക്ഷെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവൻ്റെ വാക്കുകൾ കേട്ട് കഴിയുമ്പോഴേ അറിയാം, ഒന്ന് കോട്ടയത്തിന് താഴോട്ട്, അല്ലെങ്കിൽ കോട്ടയത്തിന് മേളിലോട്ട്, അല്ലെ സഖ്യപർവ്വതത്തിൻ്റെ അടിവാരം, ഏതെങ്കിലും നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ നിർത്തും. സ്ഥലകാല പരിമിതികൾക്കപ്പുറമായി സുവിശേഷത്തിൻ്റെ വ്യാപ്തിയെ കാണുവാൻ, സുവിശേഷത്തിൻ്റെ അർത്ഥതലത്തെ കാണുവാൻ, സ്ഥലകാല പരിമിതികൾക്കപ്പുറമായി സഭയുടെ ശുശ്രൂഷയെ കാണുവാൻ, ജനത്തെ കാണുവാൻ, ഈ ലോകത്തെ കാണുവാൻ ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ധാരണകൾ തിരുത്തേണ്ടി വരുന്നത്. നമ്മുടെ ലോക്കൽ സംസ്കാരങ്ങളിൽ നിന്നും, ഓരോ നാട്ടു സംസ്കാരങ്ങളിൽ നിന്നും, നമ്മുടെ ചെറിയ ചെറിയ അറിവുകളിൽ നിന്നും ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചുമുള്ള വിശാലമായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ശിഷ്യത്വം യേശുവിന് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ചില തിരുത്താണ് നമ്മുടെ ധാരണകളെ തിരുത്തി എഴുതുക. റൈറ്റ് യുവർ പാസ്റ്റ്. രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത്, ആദ്യത്തേത് ഈ നഥനയേൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞ കമൻ്റാണ് എങ്കിൽ,
ഇത് കേട്ട് മനസ്സിലാക്കിയ യേശു ക്രിസ്തുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. യേശു നഥനയേൽ തൻ്റെ അടുത്ത് വരുന്നത് കണ്ടിട്ട് യേശു, ഇതാ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ചിന്ത, റീഫ്രഷ് യുവർ പ്രസൻറ്റ്. നിൻ്റെ ഇന്നിനെ സംശുദ്ധീകരിക്കുക. എന്താണ് സംശുദ്ധീകരണം, ശുദ്ധീകരണം, ശുചീകരണം, നവീകരണം? വാക്കൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് പറയുന്നില്ല. ഇന്നുകളെ കുറേ കൂടെ നവീകരിച്ചെടുക്കുവാൻ, റിഫ്രഷ് ചെയ്യുവാനായി നമുക്ക് എപ്രകാരമാണ് സാധിക്കുന്നത്? ഇന്നലകളെ തിരുത്തുമ്പോൾ, ഇന്നലകളിലെ ധാരണകളെ തിരുത്തുമ്പോൾ, ഇന്ന് ഞാൻ പറയുന്ന ചിന്തകളെക്കാൾ അപ്പുറമായി ഞാൻ യേശുവിനെക്കുറിച്ച് ശരിയായിട്ടുള്ള ധാരണയിലല്ല മനസ്സിലാക്കിയതെങ്കിലും യേശു എന്നെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നല്ലോ, അതനുസരിച്ച് ഇന്നത്തെ എൻ്റെ ചിന്തയെ, എൻ്റെ വിശ്വാസധാരയെ കുറെ കൂടെ വ്യക്തതയോടുകൂടെ കാണുവാനും തിരുത്തപ്പെടുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷെങ്കിൽ ഈ ഇത്രമാത്രം നെഗറ്റീവായിട്ട് സംസാരിച്ച നഥനയേലിനെ യേശു കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ, ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടം ഇല്ല എന്ന് പറയുമ്പോൾ, ഒരു ദോഷവും കാണാതെ നന്മ മാത്രം കാണുന്ന യേശുവിൻ്റെ വാക്കാണ്, യേശുവിൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാപട്യമില്ലാത്ത ജീവിതം ആണ് ഇന്നത്തെ ജീവിതമായി ഈ ലോകം പ്രതീക്ഷിക്കുന്നത്. ഇന്നലകളിലെ കപടതകൾ, ഇന്നലകളിലെ നമ്മുടെ മുൻധാരണകൾ മാറി ഇന്ന് നമുക്ക് ഈ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ, കാപട്യമില്ലാത്ത, മുഖാവരണങ്ങളില്ലാത്ത, അഭിനയമില്ലാത്ത, ഒറിജിനലായ മുഖത്തോടുകൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ജോർജ് വർഗീസ് അച്ഛൻ ഇവിടെ ഗൈഡൻസ് സെൻറ്ററിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന, ഉറക്കം പോകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സാധാരണ ഈ ഒരു ഞായറാഴ്ച ഒരു ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ നമ്മൾ അറിയാതെ ഒന്ന് വിശ്രമിച്ചു പോകും. കാരണം ആരാധനയുടെ ക്ഷീണവും പ്രസംഗവും ഒക്കെ അവിടെ വെച്ച് ഉറങ്ങാനൊക്കാത്തവർക്ക് ചെന്ന് വീട്ടിൽ കഴിയുമ്പോഴാണ് ഒരു ഉറക്ക ക്ഷീണം വരുന്നത്. അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ജോർജ് വർഗീസ് അച്ഛനോട് എപ്പോഴും ആളുകൾ ചോദിച്ചു, അച്ഛൻ്റെ സ്ഥലം എവിടെയാണ്? അപ്പോൾ അച്ഛൻ പറഞ്ഞു റാന്നി. അപ്പോൾ അടുത്ത ചോദ്യം, റാന്നി കേട്ടാൽ തൃപ്തിപ്പെടത്തില്ലല്ലോ ചില ആളുകൾക്ക്, റാന്നിയിൽ എവിടെയാണ്? അപ്പോൾ അച്ഛൻ പറയും പ്രോപ്പർ റാന്നി. അങ്ങനെ ഒരു റാന്നിയെ ഇല്ല, എന്നാലും അതോടുകൂടി ആ ചോദിക്കുന്നവൻ്റെ ചോദ്യം പ്രോപ്പർ റാന്നി. എന്താണ് ഈ മാനസാന്തരം? ധാരണകളെ മാറ്റി, ഇന്നലത്തെ ധാരണകളെ മാറ്റി ഇന്ന് യേശു നമ്മളോട് കാണിക്കുന്ന സമീപനത്തിലും നമ്മളെ എപ്രകാരമാണ് യേശു പരിചയപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങളിൽ ഇനിയും നമ്മൾ പ്രോപ്പർ പേഴ്സണായിട്ട് ജീവിക്കാൻ സാധിക്കണം, പ്രോപ്പർ ഡിസൈപ്പിളായിട്ട് ജീവിക്കാൻ സാധിക്കണം. യാതൊരു വിധമായ മുഖാവരണങ്ങളില്ലാതെ, അഭിനയങ്ങളില്ലാതെ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് മാനസാന്തര ജീവിതം. യേശു അവനോട് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ. നീ എന്നെ നസ്രത്തുകാരനെന്നില്ലയോ വിശേഷിപ്പിച്ചത്? എനിക്ക് നിന്നെ വിശേഷിപ്പിക്കുവാനുള്ളത് നസ്രത്തിൻ്റെയും നാടിൻ്റെയും കാനയുടെയും ബത്സയിദയുടെയും ലോക്കൽ പേരുകളിൽ നിന്നെ തളച്ചിടുവാനല്ല, ഇസ്രയേലിൻ്റെ ദൈവം എന്ന് നീ ദൈവത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സംജ്ഞയിൽ തന്നെയാണ് ദൈവം ഈ സാധാരണക്കാരനായ നഥനയേലിനെ അടയാളപ്പെടുത്തുന്നത്. നീ സാക്ഷാൽ ഇസ്രയേല്യൻ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് സാക്ഷാൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, സാക്ഷാൽ മർത്തോമാക്കാരനായിട്ട് ജീവിക്കണം. ചാഞ്ഞും ചരിഞ്ഞും നിൽക്കരുത്. വല്ലവനെയും കാണുമ്പോൾ അതും കൊള്ളാം ഇതും കൊള്ളാം. നിൻ്റെ ഒറിജിനാലിറ്റിയോടുകൂടെ എന്താണ് മാർത്തോമാ സഭയുടെ തനിമ? സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന, തുറന്ന വേദപുസ്തകം നടു റോഡിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്ന സഭയാണ് മാർത്തോമാ സഭയെന്ന് നെഞ്ചുയർത്തി പറയുവാൻ കഴിയുന്നിടത്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദ ഒറിജിനാലിറ്റി ഓഫ് ദി മലങ്കര മാർത്തോമാ സിറിയൻ ചർച്ച്. ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്നേഹിതരായ ചില അച്ഛന്മാർ കത്തോലിക്ക സഭയിലുണ്ട്. ഒരിക്കലും ആ കത്തോലിക്ക സഭയിലെ അച്ഛനോട് ഒരു വലിയ സഭയായതുകൊണ്ട് ഞാൻ വിനയത്തോടുകൂടെ ചില അമിത വിനയം കാണിച്ചു പറഞ്ഞ് ഞങ്ങളുടെ ഒരു കൊച്ചു സഭയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി മേലാൽ അങ്ങനെ പറയരുത്, നിങ്ങളുടെ ഇടയിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മാർത്തോമാ ചർച്ച് ഈസ് എ മച്വേർഡ് ചർച്ച് ഇൻ മലങ്കര. മാർത്തോമാക്കാർ പറഞ്ഞല്ല, മാർത്തോമാ ചർച്ച് ഈസ് എ മച്വേർഡ് ചർച്ച് ഇൻ മലങ്കര. ഇവിടെ ഇരിക്കുന്ന കോട്ടയംകാർക്ക് ആർക്കെങ്കിലും
ഈ സഭയ്ക്ക് മെച്യൂരിറ്റി കുറവാണെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടുകൊള്ളണം. യേശു നഥനയേലിനോട് പറയുന്നത്, യു ആർ നോട്ട് ഫ്രം കാന, യു ആർ നോട്ട് ഫ്രം ബെത്സയിദ. നമ്മൾ എവിടെ നിന്ന് വന്നു? കോന്നിയും കല്ലേലിയും ഓടനാവട്ടോ ഒന്നും അല്ല വിഷയം. യേശു നമ്മളെ അടയാളപ്പെടുത്തുന്നത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി ദൈവത്തെ നീ അറിഞ്ഞിരിക്കുന്ന ഇസ്രയേലിൻ്റെ രാജാവിനെ കാത്തിരിക്കുന്ന, ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന നിന്നെ ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സംജ്ഞ ചേർത്താണ് യേശു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനിയെങ്കിലും കോട്ടയംകാരെ ഒരു ലോക്കൽ ആൾക്കാരെയും തരം താഴ്ത്തി സംസാരിക്കുവാൻ ഇടയാകരുത് എന്ന് ദൈവസന്നിധിയിൽ ആരും അറിയാതെ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ. ദൈവം നമ്മെ തിരിച്ച് അഡ്രസ്സ് ചെയ്യുന്നത്, നീ സാക്ഷാൽ ഇസ്രയേല്യൻ. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ പറച്ചിലേ ഉള്ളൂ, ഈ വാക്കിൻ്റെ പിന്നിൽ നിൻ്റെ നന്മ മാത്രമാണ് ഞാൻ കാണാനായി ആഗ്രഹിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ എത്രമാത്രം കാപട്യ മുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ടും ഒരു പക്ഷെങ്കിൽ നമുക്കിപ്പോഴും പറയാം, എൻ്റെ യഥാർത്ഥ മുഖം നിനക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ലെന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എന്നാൽ യേശു നമ്മുടെ യഥാർത്ഥ മുഖം കണ്ടിട്ടും പറയുകയാണ്, നിന്നിലെ നന്മയുടെ മുഖം മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. 27ാമത് കൺവെൻഷൻ സമാപിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തോട് നമുക്ക് പറയാനായിട്ടുള്ളത്, പല പല മുഖങ്ങളിൽ ഞാൻ മാറി മാറി ആടിയിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മുഖം മാത്രമേ നീ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ, അതെൻ്റെ നന്മയുടെ മുഖം മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്രയോ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുന്നത് പോലെ ബഹുമുഖങ്ങൾ ഉണ്ടാകാം. എന്നാൽ യേശു ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പേരിൽ, ദൈവരാജ്യത്തിൻ്റെ പേരിൽ, സ്വർഗരാജ്യത്തിൻ്റെ പേരിൽ ഇസ്രായേല്യൻ എന്നുള്ള ചരിത്രബോധത്തോടുകൂടെ ഈ ചരിത്രത്തിൽ പ്രവർത്തിച്ച ഇസ്രായേലിനെ യാക്കോബിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞു തുടങ്ങിയത്, അങ്ങോട്ടും പഴയ നിയമത്തിൽ പോകുന്നില്ല. ആ ബന്ധത്തിൽ തന്നെ പരിചയപ്പെടുവാനായി നമ്മൾ ശ്രമിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പലരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകൾ ആണ്. ഇടയ്ക്ക് ചിന്ത കിട്ടുന്നതിന് വേണ്ടി, ഉണരാൻ വേണ്ടി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ കൺവെൻഷൻ്റെ കാലമാണ്, അത് മഹായോഗത്തോടുകൂടെയാണ് പര്യവസാനിക്കുന്നത്. തിരുമേനി ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ നമ്മളോട് പറഞ്ഞു. ആ മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്നതോടുകൂടെ തന്നെ നമ്മൾ വലിയ നോയമ്പിലേക്ക് പോവുകയാണ്. അത് ഈ കൺവെൻഷനുള്ള ഭക്തിയെക്കാട്ടിലാണ് നോയമ്പിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭക്തി വർദ്ധിക്കുന്നത്. പിന്നീട് നമുക്ക് അതും ഇതുമൊന്നും ചിന്തിക്കാനും വായിക്കാനും ഒരു സിനിമ കാണാനോ സീരിയൽ കാണാനോ ഒന്നും ഒക്കത്തില്ല. അപ്പോൾ ആ വലിയ നോയമ്പിലോട്ട് കയറുന്നതിൻ്റെ ഈ കൺവെൻഷൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് ഒരു സമയം കിട്ടുകയാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് തിയേറ്ററിലൊന്നും പോയി കാണാനായിട്ട് ശ്രമിക്കണം. അതിനകത്ത് കുറേ നല്ല കഥാപാത്രങ്ങളുണ്ട്. മർദ്ദമക്കാരാണെന്ന് എനിക്കറിയത്തില്ല. സജിയും ബോണിയും ഫ്രാങ്കിയും ഒക്കെ ഉണ്ട്. ഫഹദ് ബാർബർ ഷോപ്പിൽ വെച്ച് പറയുന്ന ഒരു വാചകം ഉണ്ട്, എവിടുത്തുകാരാ? അപ്പോൾ അവരുടെ നാടിനെ പറ്റി പറയുന്നുണ്ട്, പട്ടിയേയും പൂച്ചയും ഒക്കെ കൊണ്ടത്തള്ളുന്ന, വേസ്റ്റ് തള്ളുന്ന സ്ഥലം. പകത് പറഞ്ഞു, അങ്ങനൊന്നും ചുറ്റി വളഞ്ഞ് പറയണ്ട, തീട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം മനസ്സിലായി. അതിനെക്കാട്ടിൽ വേറൊരു സ്ഥലം ചേർത്ത് പറയാനായിട്ട് ഇല്ല. ആദ്യം പറഞ്ഞ വാക്ക് ഉപയോഗിക്കത്തു പോലും ഇല്ല. നമുക്ക് പല സംജ്ഞകളിൽ ലേബൽ കുത്തിയിരിക്കുന്ന ആളുകളെയും ദൈവം ലേബൽ കുത്തുന്നത് തൻ്റെ ഭവനത്തോട് ചേർത്ത്, തൻ്റെ പൂർവ പിതാക്കന്മാരോട് ചേർത്ത്, തൻ്റെ വിശ്വാസ ജീവിത യാത്രയിൽ അവർ കണ്ടറിഞ്ഞ ദൈവത്തെ ഓർത്താണ് എന്നുള്ളതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. കലർപ്പില്ലാത്ത സാക്ഷ്യത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടമകളാക്കി ഈ വർത്തമാന കാലത്തെ തീർക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അനുഭവം, മാനസാന്തരം എന്ന് പറയുന്നത്. നാട്യങ്ങളില്ലാത്ത നിർമ്മല ശിഷ്യനായി യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുന്നിടത്താണ് റീറൈറ്റ് യുവർ പ്രസൻറ്റ്, ഇന്നത്തെ എൻ്റെ ജീവിതത്തെ എനിക്ക് മാറ്റി എഴുതുവാൻ കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ഉള്ളിലെ നൈർമല്യം. ഈ സെമിനാരിൽ പഠിച്ചപ്പോൾ ഗ്രീക്ക് ഹീബ്രു ഒക്കെ അതിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കണമായിരുന്നു. അങ്ങനെ കേട്ടിട്ടുള്ളൊരു വാക്കാണ് കാത്തറോസ്. അങ്ങനെ ആയിരിക്കും ശരിക്കും ഉദ്ധരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഹൃദയശുദ്ധി. നമ്മുടെ ഭാഗ്യവാന്മാരുടെ വർണ്ണന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ.
അതാണ് സംശുദ്ധീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു വ്യാഖ്യാനം ഒരിടത്ത് വായിച്ചത് ഒട്ടും ക്ലാവ് പിടിക്കാത്തത് എന്നാണ്. ഒട്ടും ക്ലാവ് പിടിക്കാത്തത്. അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ നിർമ്മലമായത്, ഒരു കളങ്കവും പറ്റാത്ത ജീവിതത്തിന് ഉടമകളായിട്ട് തീരുന്ന അനുഭവം ആണ്. അഭിനയിച്ച് നിൽക്കുന്ന ആളുകൾ, മറ്റു പല രീതിയിലുള്ള മേക്കപ്പുകളിൽ നിൽക്കുന്ന ആളുകൾ, മേക്കപ്പ് എന്ന് പറയാൻ പാടില്ല, പുട്ടിയിട്ട് നമ്മൾ ഈ വീട് വൃത്തിയാക്കുന്നത് പോലെ. പണ്ടൊക്കെ തേച്ചായിരുന്നു ലെവൽ പിടിക്കുന്നത്, കരണ്ടിപ്പുറത്ത് നേരെയാകുമായിരുന്നു. ഇപ്പോൾ കരണ്ടിയൊന്നും കൈ നിൽക്കുന്ന ആളുകളല്ല. ലെവലും ശരിയല്ലാത്തത് കൊണ്ട് അവർ പറയും പുട്ടിയിട്ട് നേരെയാക്കാം എന്ന് പറയും. ജീവിതത്തിൻ്റെ വിശുദ്ധി പുട്ടിയിട്ട് പരിഹരിക്കാവുന്നതല്ല. ജീവിതത്തിൻ്റെ വിശുദ്ധി ചില കൺവെൻഷൻ യോഗങ്ങളിലും ക്രൂസൈഡുകളിലും വന്ന് അന്നേരത്തെ സ്തോത്ര ഹല്ലേലൂയായിക്കൊണ്ട് ആ പരിക്ക് പരിഹരിക്കാവുന്നതല്ല. അതിനപ്പുറമായി ലോകത്തിലെവിടെ നിൽക്കുമ്പോഴും, ആരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും, യേശു കർത്താവ് നമ്മെക്കുറിച്ച്, നഥനയേനെക്കുറിച്ച് പറഞ്ഞതുപോലെ വ്യക്തതയോടുകൂടെ പറയാൻ സാധിക്കണം. ഇവൻ സാക്ഷാൽ, പ്രോപ്പർ, ഒറിജിനൽ എന്ന് കൃത്യമായി കളങ്കമില്ലാത്തവൻ, നിർമ്മല നൈർമല്യമുള്ളവൻ എന്ന് പറയാൻ സാധിക്കണം. നാം ദൈവത്തെ കണ്ടു സംതൃപ്തി അടയുന്നു എന്നുള്ളതിനേക്കാളപ്പുറമായി ആ ദൈവം എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 27 വർഷമായി കൺവെൻഷൻ്റെ അനുഭവ പരമ്പരകളിലൂടെ കടന്നു പോകുന്ന നമുക്ക്, ഇത്രയും വർഷങ്ങളായിട്ട് കോട്ടയം കൊച്ചി ഡയോസിസിലെ വിശ്വാസ സമൂഹമായ നമ്മളെങ്ങനെ ദൈവത്തെ കാണുന്നു, സഭയെ കാണുന്നു എന്നുള്ളതിനപ്പുറമായി ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവമേ നീ എങ്ങനെ എന്നെ കാണുന്നു, എങ്ങനെ എന്നെ അഡ്രസ്സ് ചെയ്യുന്നു, എങ്ങനെ എന്നെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. രണ്ടാമത്തെ ചിന്തയും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തേത് ഞാൻ പറഞ്ഞത് റൈറ്റ് യുവർ പാസ്റ്റ്, മുൻധാരണകളെ തിരുത്തുവാൻ സന്നദ്ധരാകുക. 2, ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ റീഫ്രഷ് യുവർ പ്രസൻറ്റ്, നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ സംശുദ്ധമാക്കുക. എവിടെയെങ്കിലും കൽമഷം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, കളങ്കം ചാർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിഷ്കളങ്കമായി ജീവിപ്പാൻ സാധിക്കണം. ദൈവം നമ്മെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. സാക്ഷാൽ ഇസ്രയേലിൻ, ഒട്ടും കാപട്യമില്ലാത്ത ആളായി. മൂന്നാമത്തെ അവസാനത്തെയും ചിന്ത, മൂന്നാമത്തെ ചിന്ത അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴാണ്. രണ്ടുപേരുടെയും ഈ പരിചയപ്പെടുത്തലെല്ലാം കഴിഞ്ഞതിന് ശേഷം നഥനയേൽ പറയുന്നുണ്ട്, റബി നീ ദൈവപുത്രൻ, നീ ഇസ്രയേലിൻ്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. നഥനയേലിനോട് ചോദിക്കുകയാണ്, എന്നെപ്പറ്റി നീ സാക്ഷാൽ ഇസ്രയേലിൻ, നിന്നിൽ കപടമില്ല എന്ന് പറയുവാൻ എന്നെ എങ്ങനെ അറിയും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. വളരെ അർത്ഥവത്തായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ന് നമ്മളെ കണ്ടു സംസാരിക്കുന്ന യേശു ഇന്നലെ നമ്മെ കണ്ടു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പല ആളുകൾക്കും ഇന്നിൻ്റെ സാഹചര്യത്തിലാണ് ദൈവത്തെ അറിയാനും ദൈവത്തെ പരിചയപ്പെടുത്തുവാനും നമ്മുടെ ആത്മീയതയെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഒക്കെ താല്പര്യമുള്ളത്. പലരോടും ഇന്നലകളെപ്പറ്റി ചോദിക്കുന്നത് അവർക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. എന്നാൽ മൂന്നാമത്തെ ചിന്ത പറയുകയാണ്, റീവിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ. നിൻ്റെ ഭാവിയെ കുറിച്ച് പുനർവിഭാവനം ചെയ്യുക. ഇന്നലകളെ തിരുത്തുവാൻ സന്നദ്ധനാകുന്ന, ഇന്നിനെ സംശുദ്ധീകരിക്കുവാൻ പ്രാപ്തി നൽകുന്ന ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്നലെയും ഇന്നും കൊണ്ട് തീരുന്നതല്ല ജീവിതം. നാളുകളിലേക്ക് നീളുന്ന ജീവിതത്തെ, അതിനെ പുനർവിഭാവന ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. യേശുവിനെക്കുറിച്ചുള്ള മുൻധാരണകൾ മാറ്റിയ നഥനയേൽ, യേശു ഈ നഥനയേനെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ നഥനയേൽ തിരിച്ച് യേശുവിനെ അറിയുന്ന 2-3 വാക്കുകൾ ഞാൻ ആദ്യം വായിച്ചല്ലോ. റബി നീ ദൈവത്തിൻ്റെ പുത്രൻ, ഇസ്രയേലിൻ്റെ രാജാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ചോദിക്കുന്ന ചോദ്യമാണ്,
എങ്ങനെ അറിയും? നമ്മളൊക്കെ ചിലപ്പോൾ ചോദിക്കും എപ്പ എന്ന് ചോദിക്കും. കോട്ടയത്തെ ഭാഷയല്ല. എപ്പ, എപ്പോൾ കണ്ടു, എവിടെ വെച്ച് അറിയും? ക്രിസോസ്റ്റം തിരുമേനിയോട് ഏത് പരിചയക്കാർ ചോദിച്ചാലും പറയും ഓർമ്മയുണ്ട്, മാരാമൺ കൺവെൻഷന് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്കത്രയും മതി. തിരുമേനി പറയുമ്പോൾ അത് വലിയ സന്തോഷമാണ്. നമ്മൾ വിശാലമായ സ്റ്റേജും വിശാലമായ ക്രൂസൈഡുകളിലും തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില വേദികളെ നമ്മൾ ഉദാഹരിച്ച് പറയും. എന്നാൽ യേശു പറയുന്നത് നമുക്കാർക്കും ഒരു നഥനയേലിനും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പറയുന്നത്. നീ മരച്ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിമരത്തിൻ്റെ തണലിൽ നീ ഇരിക്കുമ്പോൾ, നീ എന്നെ ഇപ്പോൾ പരിചയപ്പെടുന്നതിന് മുമ്പ്, നീ ദൈവത്തെ പറ്റിയുള്ള നിൻ്റെ അന്വേഷണം തുടങ്ങിയ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞതാണ്. ഫിലിപ്പോസ് റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ തിരിച്ച് അറിഞ്ഞത്. അതിനു മുമ്പേ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ മരത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞു. മരം മനുഷ്യനില്ലേലും വളരും, പക്ഷെങ്കിൽ മനുഷ്യന് മരങ്ങളില്ലാതെ വളരുവാൻ സാധ്യമല്ല. കൂടുതൽ വിഷയം വി എം മാത്യു അച്ഛൻ പറയാം. അച്ഛനാണിപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ. അപ്പോൾ ഈ ആർഷഭാരത സംസ്കാരം അനുസരിച്ച് എല്ലാ നക്ഷത്രക്കാർക്കും, എന്നൊക്കെ പറയാമെന്നറിയത്തില്ല, ജന്മനക്ഷത്രക്കാർക്ക് ഓരോ മരമുണ്ടെന്നാണ് പറയുന്നത്. മരങ്ങളെ വിട്ട് മനുഷ്യനൊരു ജീവിതം ഇല്ല. വേദപുസ്തകത്തിലും ചില മരങ്ങൾ അടയാളങ്ങൾ ആണ്. ആദ്യം തന്നെ പർദീസായും ആദ്യമേ തന്നെ മരവും പഴവും പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിൽ ചെന്നാലും അവിടെയും ജീവവൃക്ഷവും എല്ലാ കാര്യങ്ങളുണ്ട്. വൃക്ഷം ഇല്ലാതെ നമുക്കൊന്നും വേദപുസ്തകത്തിൽ ഇല്ല. പഴം നോക്കി കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൃക്ഷം ചിലർക്ക് അവരുടെ വളരെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സാക്ഷ്യത്തിൻ്റെ ചില മരങ്ങളായിട്ട് നിൽപ്പുണ്ട്. അത്തി 2 പേർക്ക് കൊള്ളാവുന്നതായിട്ടാണ്, അവരുടെ നക്ഷത്രത്തിൽ ചേരുമായിരിക്കും. സക്കായിക്ക് ചേരുന്നതാണ് അത്തി, നഥനയേലിനും അത്തി അവൻ്റെ സ്വന്തം മരമാണ്. ചിലർക്ക് ചൂരച്ചെടിയാണ്, ചിലർക്ക് ആവണക്കാണ്. ബാക്കി മരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ മരങ്ങളുമായി ബന്ധപ്പെട്ട് മാനസാന്തരം, മരങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിദ്യാഭ്യാസം, മരങ്ങളുമായി ബന്ധപ്പെട്ട് മരത്തണലിലുള്ള വിശ്വാസ പരിപോഷണം, ഇതൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോകുവാൻ ഇടയാകരുത്. എയർ കണ്ടീഷൻ റൂമുകളിലിരുന്ന് സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് കാണും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ പള്ളിക്കുള്ളിൽ തികയാത്തത് കൊണ്ട് പരിസരത്തിലെ മരച്ചുവട്ടുകളിൽ ഈ കുഞ്ഞുങ്ങളെ ഒന്നിച്ചിരുത്തി സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് അത്തിമരത്തണലിൽ വെച്ച് ഞാൻ യേശുവിനെ അറിയും, അല്ലെങ്കിൽ നിന്നെ ഞാൻ അറിയും എന്ന് പറയുന്നത്. മരത്തണലുകൾ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് തീരും. ബുദ്ധന് ബോധിവൃക്ഷം ഒരു വലിയ തിരിച്ചറിവിൻ്റെ അനുഭവമായി തീരുന്നത് പോലെ ഒരു പക്ഷെങ്കിൽ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന നഥനയേലിനെ നിന്നെ ചെറുപ്പത്തിൽ തന്നെ കണ്ടു എന്ന് പറയുന്നു. വേദശാസ്ത്രം ഒരുപാട് പറയുന്നില്ല. ഒരു യഹൂദ ബാലൻ 12 വയസ്സിനുള്ളിൽ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചിരിക്കണം. അവൻ ന്യായപ്രമാണം പഠിക്കുന്നതിനുള്ള അവൻ്റെ ഒരു ഗുരുകുലം പോലെയാണ്. അവൻ്റെ വീട് ചെറുതാണെങ്കിലും വീടിന് സമീപത്തുള്ള വീട്ടുമുറ്റത്തെ വിശാലമായ അത്തിത്തണലിൽ ഇരുന്ന് ന്യായപ്രമാണം, ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും രക്ഷാപദ്ധതിയെക്കുറിച്ചും അവൻ്റെ പ്രായത്തിൽ അറിവ് കിട്ടുന്ന ഇടമാണ്, അവന് ജ്ഞാനം കിട്ടുന്ന ഇടമാണ് അത്തിവൃക്ഷത്തിൻ്റെ തണൽ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ചില വേദികളും ചില വ്യക്തികളും ചില മീറ്റിങ്ങുകളും ഒക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഇന്നാണ് സത്യം അറിഞ്ഞത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട്. ഞാൻ വിശദമാക്കുന്നില്ല, എൻ്റെ സ്ഥാനം അറിഞ്ഞ് സംസാരിക്കാനും പാടില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ചില വേദികളും ചില വ്യക്തികളും ചില സംരംഭങ്ങളിലൂടെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത് എന്ന് പറഞ്ഞ് ഞെളിയുന്ന ആളുകൾ ഓർത്തുകൊള്ളണം. നീ ഈ വേദിയിൽ കയറുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ, നിൻ്റെ താല്പര്യം, നിൻ്റെ സമർപ്പണം, നിൻ്റെ അന്വേഷണം, നിൻ്റെ ആഗ്രഹം ഞാൻ തിരിച്ചറിഞ്ഞോട് പറയുന്നത്. നമ്മുടെ ചില പാസ്റ്റുകളുണ്ട്, മരവും മരത്തണലുകളും ഒക്കെ ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന്
വലിയവനായ ദൈവത്തെ തിരിച്ചറിയുവാൻ ലഭിച്ച അതുല്യമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകുവാൻ ഇടയാകരുത്. റീവിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ. ഓരോ അത്തിത്തണലും അനന്തമായ ജീവിതത്തെക്കുറിച്ച്, അനന്തമായ ദൈവ അന്വേഷണത്തെക്കുറിച്ച് തിരിച്ചറിയുവാനുള്ള നല്ല വേദികളാണ്. യേശു പറയുന്ന വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചപ്പോൾ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു. 49 വാക്യം, നഥനയേൽ അവനോട്, റബീ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? അടുത്ത വാചകം, നീ ഇതിനേക്കാൾ വലിയതാകും എന്ന് ഉത്തരം പറഞ്ഞു. 51 വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. അത്തിച്ചുവട്ടിലിരുന്ന നഥനയേലിനോട് പറയുകയാണ്, നീ ഇതിനേക്കാൾ വലിയത് കാണും. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. നീ അത്തിച്ചുവട്ടിലിരുന്ന് ന്യായപ്രമാണത്തിൻ്റെ പേജുകൾ മറിച്ച് പഠിച്ച് യഥാർത്ഥത്തിലുള്ള രാജാവ് ഇസ്രയേലിൽ നിന്ന് വരും, നസ്രത്തിൽ നിന്നില്ല എന്ന് ഉറക്കെ വിശ്വസിച്ച നിന്നോട് യേശുവിന് പറയാനുള്ളത്, ഈ തണലിലിരുന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, നീ ഇതിനേക്കാൾ വലിയത് കാണും. സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും. ഇസ്രയേലിൻ്റെ ദൈവത്തെ യാബോക്ക് ഏണി നീ കണ്ടോ? സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടോ? നമ്മുടെയൊക്കെ ചെറിയ ചെറിയ അത്തിത്തണലിൽ നിന്ന് നമുക്ക് ഉന്നതമായ ദർശനം ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. ആ ദർശനത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കണമെന്നാൽ അത്തിച്ചുവട് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൺവെൻഷൻ പ്രസംഗങ്ങളിൽ സാക്ഷ്യം പറയണമെന്നുള്ളത് പണ്ടത്തെ ഒരു നിർബന്ധമായിരുന്നു. ഇപ്പോൾ പിന്നെ സ്ഥലകാല പരിമിതി നോക്കിയിട്ട് മാത്രമേ ആളുകൾ പറയത്തുള്ളൂ. അപ്പോൾ അത് പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം കൺവെൻഷൻ്റെ സമാപന സന്ദർഭങ്ങളിൽ സാക്ഷ്യം പറയാനുള്ളവർ എഴുന്നേറ്റ് എന്ന് പറയാനോ വല്ലതും പറഞ്ഞാൽ, ഇന്നലെ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ മുന്നോട്ട് വരണമെന്ന് വല്ലതും പറഞ്ഞാൽ മുൻകൂട്ടി തയ്യാറല്ലെങ്കിൽ നമുക്ക് വരാനൊക്കാതെ വരും. ഞാൻ ചില മരച്ചുവടുകൾ പറയാം. ഞാൻ എൻ്റെ ബാല്യകാലം വയലത്തല സെൻറ്റ് തോമസ് ഇടവക, നമ്മുടെ അട്ടത്തറ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, ജോൺ ഫിലിപ്പച്ചനൊക്കെ ഉണ്ട്, ഞങ്ങളുടെയൊക്കെ ഒരു ഇടവക. സൺഡേ സ്കൂൾ പഠിച്ച് തുടങ്ങിയത് അവിടാണ്, ശിശുവകുപ്പ്. ആ സൺഡേ സ്കൂളിൽ പഠിച്ചു പോകുമ്പോൾ സൺഡേ സ്കൂളിൻ്റെ പാഠമൊന്നും അറിയത്തില്ല. പറങ്കി മരത്തിൻ്റെ കീഴിലൂടെ പറങ്കിപ്പഴമൊക്കെ കഴിച്ച് നല്ല മിനുമിനെന്നുള്ള പറങ്കി ഇലയിൽ തെന്നി വീണ് ഒക്കെ വന്നിട്ടുള്ളതെൻ്റെ മനസ്സിലിരിപ്പുണ്ട്. എവിടെയാണ്, എന്തിനു പോവുകയാണെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ എൻ്റെ അത്തിമരച്ചുവട്ടിൽ എൻ്റെ ദൈവവചനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുവാൻ തെന്നുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഊട്ടുപാറ എന്ന സ്ഥലത്താണ് എൻ്റെ ബാക്കി സൺഡേ സ്കൂള്. ഊട്ടുപാറ ബദേൽ. ഊട്ടുപാറ എന്ന് പറയുമ്പോൾ അതിനകത്ത് ളായൊന്നും ചേർക്കരുത്, തെറ്റിദ്ധാരണ ഉണ്ടാകും. അവിടെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് പള്ളി. അവിടെ പോകുമ്പോൾ അവിടുത്തെ തേയിലക്കാടുകൾ എൻ്റെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മറക്കാനാവാത്ത ചെടികൾ ആണ്. പ്രീ ഡിഗ്രി പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചത് എൻ്റെ കസിൻ ആണ്, ജോയിച്ചൻ. പഠനത്തിന് മുമ്പിൽ തെങ്ങും തോട്ടമാണ്. അതിൻ്റെ മുമ്പിൽ ചുവട്ടിലിരുന്ന് ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചത് എന്നെ രൂപപ്പെടുത്തുന്നതിനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ചെടി ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല, പനന്തോട്ടമാണെന്ന് തോന്നുന്നു. ഇതെല്ലാം നമ്മൾ വനത്തിൽ നിന്നും ഗാർഡനിൽ നിന്നും നേഴ്സറിയിൽ നിന്നും വെട്ടിക്കൊണ്ടുവരികയാണ്. എന്നാൽ അന്ന് വെട്ടിക്കൊണ്ടുവരുവാൻ ചെടികളില്ലാത്തപ്പോൾ ഈ പ്രകൃതി ഒരുക്കുന്ന ചില പറങ്കിമാവും ചില തേയില കുറ്റികളും ചില തെങ്ങിൻ്റെ ചുവടുകളും ഒക്കെ നമ്മെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ സഭയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മരച്ചുവടുകളെ മറക്കുവാൻ പാടില്ല. കോട്ടയത്ത് ജീവിതത്തിൽ അഭിമാനത്തോടുകൂടെ ജീവിക്കുമ്പോൾ മരച്ചുവടുകളിൽ നിൻ്റെ അപ്പനമ്മമാർ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച തണലുകളെ മറന്നു പോകരുത്. ഞാൻ സെമിനാരിയെ ഓർത്തപ്പോൾ പറഞ്ഞു, എൻ്റെ സൺഡേ സ്കൂൾ കഴിഞ്ഞാൽ എൻ്റെ പൂർവാശ്രമം എൻ്റെ സൺഡേ സ്കൂളാണ്. പിന്നീട് അത് എവിടെയാണ് വാക്ക് വായിക്കുമ്പോൾ നിർത്തേണ്ടത്, എടുക്കേണ്ടത്, അതിൻ്റെ അർത്ഥമാണ് ഞാനിവിടെ വന്ന് പഠിച്ചത്.
ഇന്നും സൺഡേ സ്കൂളിൽ പഠിച്ച വാക്യങ്ങളെ കാണാതെ പറയുവാൻ, തെറ്റാതെ പറയാൻ അറിയത്തുള്ളൂ. പൂർവാശ്രമങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളുടെയും അത്തിമര ചുവട് മറന്നു പോകരുത്. ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ പോയാലും യേശു നിന്നോട് പറയുന്നത്, നിന്റെ മരക്കുറ്റിയുടെ മുമ്പിൽ നിന്നെ ഞാൻ കണ്ടതാണ്. നീ ഇൻ്റർനാഷണൽ പാസ്പോർട്ടുമായിട്ട് നീ ഫോറിൻ സിറ്റിസണായിഷിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ കണ്ട് പ്രൈസ് ലോർഡ് എന്ന് നാക്ക് തിരിയാതെ പറഞ്ഞപ്പോഴല്ല നിന്നെ യേശു അറിഞ്ഞത്. നീ മരച്ചുവട്ടിലിരുന്നപ്പോൾ, നിനക്കൊരു വീടില്ലാതിരുന്നപ്പോൾ, നിനക്ക് വേറെ ആശ്രയമില്ലാതിരുന്നപ്പോൾ വചനത്തിൽ നിന്നെ കണ്ടതാണ് ഞാൻ. നിന്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയതാണ്. നിന്നെ ഈ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇനിയും പറയുകയാണ്, ഇവിടം കൊണ്ട് തീർന്നില്ല. നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. കല്ല് തലയണയായി വെച്ച് ഉറങ്ങിയ യാക്കോബിന് സ്വർഗത്തിൻ്റെ അങ്ങേ അറ്റം കാണിച്ചു കൊടുത്ത ദൈവം നമ്മളോട് പറയുകയാണ്, ജീവിതത്തിൻ്റെ ഏത് ചെറിയ വലിയ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്നവരോടും ദൈവത്തിന് നദനയേലിനോടും യാക്കോബിനോടും വനത്തിൽ കിടക്കുന്നവനോടും പറയാനായിട്ടുള്ളത് ഒറ്റ കാര്യം, നിനക്ക് സ്വർഗം കാണാം, നിനക്ക് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരാം. അത്ര വലിയവനാണ് ദൈവം. പറയാണ് സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച. അതുകൊണ്ട് സഭ ഇന്ന് ചെറുതായിട്ട് ചിന്തിക്കരുത്. മറ്റേ കത്തോലിക്ക സഭയിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇനിയും കൊച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ സഭ വളരുന്ന സഭയാണ്. തിങ്ക് ബിഗ്, വലുതായിട്ട് ചിന്തിക്കുക. ഇവിടെ ഈ അനൗൺസ് ചെയ്യുന്നത് പോലെ ഒന്നോ ഒരു മുറിയോ മിഷൻ ബിൽഡിംഗ് കൊണ്ടിരിക്കരുത്. അതിനപ്പുറമായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സഭയെ വലുതായിട്ട് കാണാൻ സാധിക്കണം. ഈ സഭയുടെ ആശ്രമ പ്രസ്ഥാനങ്ങളെയും സുവിശേഷ വേലസ്ഥലങ്ങളെയും സഭയുടെ ഉത്തരവാദിത്വങ്ങളെയും ഈ മൈഗ്രേറ്റ് ചെയ്തു പോയിരിക്കുന്ന ഡയസ്പൊറ കമ്മ്യൂണിറ്റിയും ഒക്കെ സഭ എന്നാണ് തുറന്ന മനസ്സോടുകൂടെ വലിയ കാഴ്ചപ്പാടോടുകൂടെ കാണാൻ കഴിയുമ്പോഴാണ് കോട്ടയംകാർ വലിയവരായി തീരുന്നത്. പണ്ട് കോട്ടയം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അക്ഷരനഗരിയാണ്. ഇവിടാണ് വേദപുസ്തകം ആദ്യമായിട്ട് അച്ചടിച്ചത്. ആദ്യം വേദപുസ്തകം വായിക്കാൻ പഠിപ്പിച്ച സ്ഥലം ഇതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പുകഴാനായിട്ടുള്ളത്. എന്നാൽ അത് പോരാ. ഇതിനപ്പുറമായി സഭയെ, ഈ ദേശത്തെ, ഈ ലോകത്തെ, അയൽബന്ധങ്ങളെ, എക്യൂമെനിക്കൽ ബന്ധങ്ങളെയെല്ലാം അതിവിശാലമായ കാഴ്ചയോടുകൂടെ കാണുവാൻ കണ്ണു തുറപ്പിക്കുന്നവനാണ് ദൈവം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉപസംഹരിക്കുകയാണ്. ഒന്ന്, നഥനയേലിൻ അവൻ്റെ ജീവിതം, അവൻ്റെ മുൻധാരണകളെ തിരുത്തുവാനുള്ള മനസ്സ്. റീറൈറ്റ് യുവർ പാസ്റ്റ്, റീഫ്രഷ് യുവർ പ്രസൻറ്റ്. നിൻ്റെ ഇന്നിനെ സംശുദ്ധീകരിച്ച് എടുക്കണം. റീവിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ. നിൻ്റെ ഭാവിയെക്കുറിച്ച് അത്തിച്ചുവട്ടിൽ നിന്നും, ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിന്നും, ആവണക്കിൻ്റെ ചുവട്ടിൽ നിന്നും നിൻ്റെ ദർശനം വലുതായി തീരണം. ഈ ലോകത്തെ വലുതായി കാണുവാൻ, ഈ സഭയെ വലുതായി കാണുവാൻ, നമ്മുടെ ശുശ്രൂഷയെ വലുതായി കാണുവാൻ നമുക്ക് സാധിക്കണം. ഒരു അനുഭവ കഥയുടെ വായിച്ചത് കോട്ടയത്തായതുകൊണ്ട് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. പെരുമ്പാവൂർ ആശ്രമം, പെരുമ്പാവൂരെ ആശ്രമ സ്കൂളും കീഴിലും സ്കൂളും ഒക്കെ സഭയുടെ വടക്കൻ തിരുവിതാംകൂറിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. അധ്യാപകരെല്ലാം തന്നെ മിഷണറിമാരായിരുന്നു, അവർ സുവിശേഷകരും ആയിരുന്നു. എബ്രഹാം മാർത്തോമ തിരുമേനി വടക്കോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ആശ്രമത്തിൽ ഒരു ഇടക്കാല വിശ്രമ കേന്ദ്രമാണ്. ആശ്രമത്തിലെ അധ്യാപകർ വളരെ മിഷൻ സ്പിരിറ്റോട് പ്രവർത്തിക്കുന്ന ആളാണ്. അന്ന് സ്കൂളെല്ലാം വിട്ടുകഴിഞ്ഞു. സായാഹ്നം ആശ്രമത്തിലെ ഒരധ്യാപകനോട് ചേർന്ന് എബ്രഹാം മാർത്തോമ തിരുമേനി വിശാലമായ ആശ്രമം ഗ്രൗണ്ടിലെ ചൂളമരത്തിൻ്റെ ഇടയിലൂടെ നടന്ന് ഒരു ചൂളമരത്തിൻ്റെ ചുവട്ടിൽ അവർ രണ്ടുപേരും ഇരുന്നു. സഭയെക്കുറിച്ചും മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചും സുവിശേഷ വേലയെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമായി രണ്ടുപേരും അന്യോന്യം സംസാരിച്ച് തളർന്നപ്പോൾ തിരുമേനി അധ്യാപകനോട് ഇപ്രകാരം പറഞ്ഞു: സാറേ, നിങ്ങളിൽ ചിലർ കൂടി പട്ടമേറ്റ് കണ്ടിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പറഞ്ഞത് മറ്റാരോടുമല്ല, VM മാത്തൻ
എന്ന പിന്നീട് അച്ഛനായി തീർന്ന കോട്ടയംകാർക്കും മാർത്തോമാ സഭയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത സ്വാധീനായ പ്രിയപ്പെട്ട VM മാത്യു അച്ഛൻ പറഞ്ഞു, ദൈവവിളിയോടൊപ്പം തിരുമേനിയുടെ നിർബന്ധ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അന്ന് തീരുമാനിച്ചു പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. സഭ വളർന്നത് ജംബോ ജെറ്റ് വിമാനത്തിൽ വന്നിറങ്ങുന്ന ഫോറിൻ മിഷണറിമാരുടെ ആഹ്വാനം കേട്ട് മാനസാന്തരപ്പെട്ടവരല്ല. മാർത്തോമ സഭയിലെ മാനസാന്തരം ഈ സഭയെക്കുറിച്ച് നൊന്ത പിതാക്കന്മാർ വളർന്നു വരുന്ന യുവതലമുറയോട്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോട് നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ കഴിവുകളും ഈ സഭയ്ക്ക്, ഈ സഭയുടെ സുവിശേഷ വ്യാപനത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ആളുകളുടെ നിര സഭയിലുണ്ട്, മറന്നു പോകരുത്. സാക്ഷാൽ ഇസ്രയേലിനായി നൈർമല്യത്തോടുകൂടെ ജീവിക്കുവാൻ, നിർമ്മല സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. യേശു അവനോട് പറഞ്ഞു, നീ ഇതിനേക്കാൾ വലിയത് കാണും. ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അതിനപ്പുറം ആണ്. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ശുശ്രൂഷകളിൽ വലിയ സംതൃപ്തി കണ്ട് നിൽക്കാതെ, ഒരുപാട് പൊട്ടൻഷ്യലുള്ള, ഒരുപാട് വിദ്യാഭ്യാസമുള്ള, ഒരുപാട് പ്രതിഭാശാലികളുള്ള ഈ മാർത്തോമാ സഭ എവിടെയാണ് ഈ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച? ഈ സുവിശേഷത്തിന് വേണ്ടിയുള്ള അനന്തമായ സാധ്യതകൾ കണ്ട് അതിൽ പങ്കുചേരുമ്പോഴാണ് ഈ സഭ ചലിക്കുന്ന സഭയായി, നവീകരണത്തിൻ്റെ തുടർച്ചയായി ഈ സഭ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന സഭയായി ഇന്നും ഈ ലോകത്തിൽ നിൽക്കുവാൻ സാധിക്കുന്നത്. വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന പരാജയങ്ങളെ തിരിച്ചറിയുവാൻ, അക്സെപ്റ്റ് യുവർ പാസ്റ്റ് ആൻഡ് റീറൈറ്റ് യുവർ പാസ്റ്റ്. എൻ്റെ പഴമകളെ കണ്ട് അംഗീകരിക്കുവാൻ, ഞാൻ എവിടുത്തുകാരനാണ്, ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അതിനെ സമ്മതിച്ചുകൊണ്ട് പുതിയ കാഴ്ചകൾ കാണുവാൻ, പുതിയ സത്യങ്ങൾ തിരിച്ചറിയുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഇടയായി തീരണം. അഡ്മിറ്റ് അവർ പ്രജുഡിസ്ഡ് മൈൻഡ്. എത്രമാത്രം മുൻധാരണകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനെയൊക്കെ മാറ്റി എഴുതുവാനുള്ള, അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനം ദൈവം നമുക്ക് നൽകുകയാണ്. അക്കംപ്ലിഷ് യുവർ ഫ്യൂച്ചർ, റീവിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ. നമ്മുടെ സഭയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ഭദ്രാസനത്തെ നമ്മുടെ കൈക്കുമ്പിളിൽ കണ്ടുകൊണ്ട് അനന്തമായ ദൗത്യ സാധ്യതകളുള്ള ഈ ഭദ്രാസനത്തിൽ ഞങ്ങളുടെ കഴിവുകളും സാധ്യതകളും ചേർന്ന് പങ്കുവെച്ച് സജീവമായി പങ്കുചേരുവാൻ നമുക്ക് എപ്രകാരം സാധിക്കും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുന്ന നിമിഷങ്ങളായി തീരട്ടെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പുതിയ പുതിയ വാതായനങ്ങൾ, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കാണും. നസ്രത്തിൽ നിന്ന് നന്മ വരുമോ എന്ന് ചിന്തിച്ച നഥനയേൽ പറയുകയാണ്, ഞാനിപ്പോൾ പുതിയ കാര്യം തിരിച്ചറിയുന്നു. നീയാണ് യഥാർത്ഥ ഗുരു, റബി, നീയാണ് ദൈവപുത്രൻ, നീ തന്നെയാണ് ഇസ്രയേലിൻ്റെ രാജാവ്. രാജാതിരാജാവായ ഈ കർത്താവിനെ രക്ഷകനായി കണ്ട് ഈ വലിയ ജൈത്രയാത്രയിൽ ഈ സുവിശേഷത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. വളരെ വിശാലമായൊരു ലോകത്തിലേക്ക് ഈ ഭദ്രാസന കൺവെൻഷൻ കഴിഞ്ഞ് നമുക്കിറങ്ങാം. നമ്മുടെ ഈ കൂടാരത്തിൽ നിന്ന് നമ്മൾ വെയിലും ചൂടും തണുപ്പുമുള്ള ഒരു ലോകത്തിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. ഒരു വർഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ തുറന്ന സ്വർഗം നമുക്ക് കാണാനായി സാധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാണ്ഡിത്യവും നമ്മുടെ അന്വേഷണങ്ങളും മനസ്സിലാക്കലുകൾക്കുമെല്ലാം ഏതെല്ലാം രീതിയിൽ വ്യത്യാസം വരണമോ ആ വ്യത്യാസം വരുത്തുവാൻ നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന നിമിഷങ്ങളായി തീരട്ടെ. ഇവൻ സാക്ഷാൽ ഇസ്രയേലിൻ, ഇവനിൽ കാപട്യം ഇല്ല, കപടതയില്ലാത്ത ഒരു മുഖവുമായി
കാപട്യമില്ലാത്ത ഒരു നിർമ്മല ജീവിതത്തിൻ്റെ ഉടമകളായി, സാക്ഷാൽ ഇസ്രയേലിനായി, സാക്ഷാൽ യേശുവിൻ്റെ ശിഷ്യന്മാരായി നമുക്ക് ഭൂമിയിൽ ജീവിക്കാം. നമുക്കിനിയും വലിയ ഓപ്പണിംഗ് ദൈവം തമ്പുരാൻ തരുന്നു, തുറന്ന സ്വർഗം. നമ്മുടെ പ്രാർത്ഥന അതുതന്നെ ആയിരിക്കട്ടെ.